ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കണ്ടിന്യൂറ്റി ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, അതായത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് തന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കണ്ടിന്യൂറ്റി ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർ ദ ഫങ്ഷൻ കണ്ടിന്യൂസ്. കുറച്ച് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് ചോദിച്ചേക്കുവാണ് ആർ ദ ഫങ്ഷൻസ്. തന്നിരിക്കുന്ന ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫങ്ഷൻസ് കണ്ടിന്യൂസ് ഇതാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് സൈൻ എക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ ഓഫ് പൈ മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. എന്താണ് ഫംഗ്ഷൻ കണ്ടീഷൻ? എന്താണ്? ലിമിറ്റ് ഇപ്പോൾ എക്സ് ടെൻസ് ടു ടി എന്നിരിക്കട്ടെ. എക്സ് ടെൻസ് ടു ടി എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ലിമിറ്റിംഗ് വാല്യൂ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ടി എഫ് ഓഫ് എക്സ് നമ്മൾ എന്താണോ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് അതേ വാല്യൂ തന്നെ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടണം. അതായത് എഫ് അറ്റ് ദ പോയിന്റ് ടി, എഫ് ഓഫ് ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് ഈ വാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം വാല്യൂ തന്നെ ആയിരിക്കണം എഫ് ഓഫ് ടി എടുക്കുമ്പോഴും കിട്ടേണ്ടത്. അതായത് ഇവിടെ കിട്ടുന്ന ഈ വാല്യൂ ഇല്ലേ, അതെടുത്ത് ഇവിടെ ഇടുക. എഫ് ഓഫ് ടിക്കകത്ത് ഇടുക. എഫ് ഓഫ് എക്സിന് പകരം എക്സിന് ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫ് ബോത്ത് ആർ സെയിം ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് എക്സിന് എന്ത് ഇട്ട് കൊടുക്കുക? പൈ ഇട്ട് കൊടുക്കുക. അപ്പോൾ സൈൻ പൈ. ഓക്കെ, നമുക്കറിയാം സൈൻ പൈൻ്റെ വാല്യൂ എന്താ കുട്ടികളെ? സൈൻ പൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ തന്നെ സൈൻ 0ൻ്റെ വാല്യൂ എന്താണ്? അതും 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് സൈൻ പൈൻ്റെ വാല്യൂ എന്താ? 0. അപ്പോൾ പൈ മൈനസ് 0 എന്ന് പറയുന്നത് പൈ തന്നെയാണ് അല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈൻ്റെ വാല്യൂ എന്താ? സൈൻ പൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. നമുക്ക് എന്താ കിട്ടിയത്? ആ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ സൈൻ പൈ മൈനസ് സൈൻ എക്സ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയത്. കഴിഞ്ഞില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് എക്സ് ഈക്വൽ ടു പൈ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എഫ് ഓഫ് പൈ നമ്മൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് പൈ എടുത്തു? കാരണം ഈ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് പൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ വി ഹാവ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സൈൻ പൈ മൈനസ് സൈൻ എക്സ് ആണല്ലോ. ഇനി എഫ് ഓഫ് പൈ നിങ്ങൾ കണ്ടുപിടിച്ചേ. പൈൻ്റെ വാല്യൂ എക്സിന് പൈ കൊടുത്തേ. അപ്പോൾ അന്നേരം നമുക്ക് കിട്ടുന്ന സൈൻ പൈ മൈനസ് സൈൻ പൈ ആണല്ലോ. സൈൻ പൈൻ്റെ വാല്യൂ എന്താ? 0 ആണ്. പൈ മൈനസ് 0 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? പൈ ആ കിട്ടുക. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ പൈ മൈനസ് സൈൻ പൈൻ്റെ വാല്യൂ 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? പൈ മൈനസ് 0 പൈ തന്നെയാണ്. സൈൻ പൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ് ആണല്ലോ. നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് കിട്ടിയത്. അത് തന്നെയാണ് എന്ത്? എഫ് ഓഫ് പൈ എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ആയത് കാരണം നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോണ്ടിന്യൂസ് എന്ന് പറയാം. ഫംഗ്ഷൻ എന്താണ്? കോണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലോട്ട് പോട്ടെ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് ടി ടെൻസ് ടു 0 സൈൻ പൈ ബൈ 2 കോസ് ഓഫ് ടാൻ ടി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൈൻ പൈ ബൈ 2 കോസ് ടാൻ ടി. ഇത് കണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ,
ഇവിടെ ഇപ്പോൾ എന്താ നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് ടി ടെൻസ് ടു 0 ആണ്. ടിക്ക് നമ്മൾ വാല്യൂ കൊടുക്കേണ്ട. നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ π/2 കോസ് എന്താണ് ടാൻ ടിക്ക് എന്ത് കൊടുക്കണം 0 ഇട്ട് കൊടുക്കണം. ടാൻ 0ൻ്റെ വാല്യൂ ടാൻ 0 എന്ന് പറയുമ്പോഴത്തേക്കും ടാൻ 0 ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ സൈൻ 0/കോസ് 0 ആണ്. അപ്പോൾ സൈൻ 0ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ 0 എന്തായിട്ട് പറയാം 0 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ π/2 ഇൻറ്റു കോസ് ഇവിടെ എന്താ നമുക്ക് കിട്ടിയത് 0. അപ്പോൾ കോസ് 0. ഇനി കോസ് 0ൻ്റെ വാല്യൂ എന്താണ് കുട്ടികളെ? കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ π/2 ഇൻറ്റു 1 ദാറ്റ് ഈസ് സൈൻ π/2. സൈൻ π/2ൻ്റെ വാല്യൂ എന്താ? സൈൻ π/2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എന്താ കിട്ടി? 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ എടുത്ത് നമുക്ക് എന്താ കിട്ടിയത്? ലിമിറ്റ് ടി ടെൻസ് ടു 0 സൈൻ π/2 കോസ് ടാൻ ടി ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് വാല്യൂ നമുക്ക് കിട്ടിയത്? എന്താ വാല്യൂ നമുക്ക് കിട്ടിയത്? 1 ആണ് കിട്ടിയത്. ഇതേ വാല്യൂ തന്നെ നമുക്ക് എവിടെയും കിട്ടണം. ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുകയാണ് അറ്റ് 0, എഫ് ഓഫ് 0. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ π/2 കോസ് ടാൻ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എടുക്കുമ്പോൾ സൈൻ π/2 കോസ് ടാൻ ടി. ടിക്ക് പകരം എന്ത് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ടാൻ 0 കോസ് ഓഫ് ടാൻ 0. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ടാൻ 0ൻ്റെ വാല്യൂ 0 ആണ്. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു π/2 ചെയ്യുമ്പോൾ π/2 അഗെയിൻ സൈൻ π/2 എന്ത് കിട്ടും നമുക്ക്? സെയിം ഇതേ സ്റ്റെപ്സ് തന്നെ മേളിൽ നമ്മൾ ചെയ്ത ഇതേ സ്റ്റെപ്സ് തന്നെ ഇവിടെയും ചെയ്യേണ്ടി വരും. ഓക്കെ, എക്സാമിന് നിങ്ങൾ എല്ലാ സ്റ്റെപ്സും എഴുതി തന്നെ ചെയ്യണം, അല്ലാതെ ഒറ്റയടിക്ക് ചെയ്ത് വെക്കരുത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ π/2 കോസ് ടാൻ 0ൻ്റെ വാല്യൂ 0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ π/2 കോസ് 0ൻ്റെ വാല്യൂ എന്താ? 1. ഓക്കെ, സൈൻ π/2ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. നമുക്ക് കിട്ടിയില്ലേ? ഇവിടെ ഈ വാല്യൂ 1 ആണ്, ഈ വാല്യൂ 1 ആണ് അല്ലേ? അതായത് ലിമിറ്റ് ടി ടെൻസ് ടു 0 നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആണ്. ടിയിലായതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? കോണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ ഈസ് കോണ്ടിന്യൂസ് അറ്റ് 0. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോണ്ടിന്യൂസ് അറ്റ് 0 ആണ് കേട്ടോ. കണ്ടിന്യൂസ് അറ്റ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്താണ്? 0. കണ്ടിന്യൂസ് അറ്റ് പോയിന്റ് 0. ക്ലിയർ? അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഓക്കെ, ലിമിറ്റ് ഇന്നത്തെ പ്രോബ്ലം ആണ്. ലിമിറ്റ് y ടെൻസ് ടു 1 സീക്ക് y ഇൻറ്റു സീക്ക് സ്ക്വയർ y മൈനസ് ടാൻ സ്ക്വയർ y മൈനസ് 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് y ടെൻസ് ടു 1 സീക്ക് സ്ക്വയർ y മൈനസ് ടാൻ സ്ക്വയർ y മൈനസ് 1. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സീക്ക് മീൻസ് 1/cos ആണ് നമുക്കറിയാം. ഇപ്പോൾ സീക്ക് തീറ്റ ഈക്വൽ ടു 1/cos തീറ്റ ആണ്. കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കിക്കേ. ലിമിറ്റ് y ടെൻസ് ടു 1 സീക്ക് ഓഫ് y സീക്ക് സ്ക്വയർ y മൈനസ് ടാൻ സ്ക്വയർ y മൈനസ് 1 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ പോയിന്റ് ഏതാണ്? 1 ആണ് അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 1 സീക്ക് yക്ക് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. 1 ഇൻറ്റു സീക്ക് സ്ക്വയർ 1 മൈനസ് tan square 1 minus 1. Okay, which is equal to limit y tends to 1 sec of sec square 1 മൈനസ് ഇവിടെ നമുക്ക് ഒരു മൈനസ് പുറത്തെടുക്കാം. അന്നേരം നമുക്ക് എന്താ കിട്ടുക? എന്ത് കിട്ടും? ടാൻ സ്ക്വയർ 1 പ്ലസ് 1. ഓക്കെ, നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താ? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സീക്ക് സ്ക്വയർ തീറ്റയാണ്. നമുക്കിവിടെ ഇപ്പോൾ എന്താ? 1 പ്ലസ് ടാൻ സ്ക്വയർ 1 എന്ന് പറയുമ്പോൾ എന്താണ്? സീക്ക് സ്ക്വയർ 1 ആണ്. ലിമിറ്റ് y ടെൻസ് ടു 1 സീക്ക് ഓഫ്
സീക്ക് സ്ക്വയർ 1 മൈനസ് ഇത് നമുക്ക് എന്ത് കൊടുക്കാം, സീക്ക് സ്ക്വയർ 1 എന്ന് കൊടുക്കാം. സോ സീക്ക് സ്ക്വയർ 1 മൈനസ് സീക്ക് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 1 സീക്ക് 0. ഓക്കെ, സീക്ക് 0, സീക്ക് 0ൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. സീക്ക് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, 1 ആണ്. സീക്ക് 0ൻ്റെ വാല്യൂ 1. നമുക്കറിയാം കോസ് 0ൻ്റെ വാല്യൂ എന്താ കുട്ടികളെ, 1 ആണ്. അപ്പോൾ 1/cos 0 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, സീക്ക് 0 കിട്ടും അല്ലേ. സോ 1/cos 0, 1/cos 0ൻ്റെ വാല്യൂ 1, 1/1 വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയത്, 1 ആണ് കിട്ടിയത്. അപ്പോൾ ലിമിറ്റ് y ടെൻസ് ടു 1 സീക്ക് ഓഫ് y സീക്ക് സ്ക്വയർ y മൈനസ് ടാൻ സ്ക്വയർ y മൈനസ് 1 നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 1 നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 1 നമ്മൾ കണ്ടുപിടിക്കണം. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് ഓഫ് 1. സോ എഫ് ഓഫ് 1 നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, സീക്ക് ഓഫ് y സീക്ക് സ്ക്വയർ y മൈനസ് ടാൻ സ്ക്വയർ y മൈനസ് 1. അവിടെ എല്ലാം എന്തിട്ട് കൊടുക്കണം, yക്ക് 1 ഇട്ട് കൊടുക്കണം ആണല്ലോ. ആദ്യം എഫ് ഓഫ് ഫംഗ്ഷൻ വൈയിലായതുകൊണ്ട് വൈയിൽ എഴുതുക, സീക്ക് ഓഫ് y ഇൻറ്റു സീക്ക് സ്ക്വയർ y മൈനസ് ടാൻ സ്ക്വയർ y മൈനസ് 1. ദെൻ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്ക് ഓഫ് 1 ഇൻറ്റു സീക്ക് സ്ക്വയർ 1 മൈനസ് ടാൻ സ്ക്വയർ 1 മൈനസ് 1. സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് സീക്ക് ഓഫ്. ഇവിടെ നമ്മൾ സീക്ക് സ്ക്വയർ 1 ഇട്ട് കൊടുക്കുന്നു, മൈനസ് പുറത്തെടുക്കുന്നു, അന്നേരം ടാൻ സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ 1 പ്ലസ് 1 ആകുന്നു. ടാൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു സീക്ക് ഓഫ് സീക്ക് സ്ക്വയർ 1 മൈനസ് സീക്ക് സ്ക്വയർ 1. സീക്ക് സ്ക്വയർ 1 മൈനസ് സീക്ക് സ്ക്വയർ 1 ക്യാൻസൽ ചെയ്യുമ്പോൾ 0. സോ സീക്ക് ഓഫ് 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. സോ നമുക്കിവിടെ ഇപ്പോൾ എന്താ കിട്ടിയത്, ലിമിറ്റ് y ടെൻസ് ടു 1 നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് y വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 ആയതുകൊണ്ട് ദ ഫംഗ്ഷൻ ഈസ് കോണ്ടിന്യൂസ് അറ്റ് 1. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്, കോണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4th question. Okay, limit x tends to 0 tan pi by 4 cos into sin x raised to 1 by 3. ഇതാണ് question. Okay, limit x tends to 0 tan pi by 4 cos sin x raised to 1 by 3. ഇതാണ് നമ്മുടെ question എന്ന് പറയുന്നത്. നമ്മുടെ പോയിന്റ് ഏതാണ്, x is equal to 0, x tends to 0 ആണ്. So which is equal to limit x tends to 0 tan pi by 4 cos of sin 0 raised to 1 by 3. നമുക്കറിയാം sin 0ൻ്റെ വാല്യൂ എന്താ കുട്ടികളെ, 0 ആണ്. ഓക്കെ, 0 റൈസ് ടു 1 by 3 എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, 0 തന്നെ കിട്ടും അല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 0 tan pi by 4 into cos, ഇവിടെ എന്ത് നമുക്ക് കിട്ടുന്നത്, 0. സോ cos 0. ഓക്കെ, cos 0ൻ്റെ വാല്യൂ എന്താ, 1 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 0 tan pi by 4 into cos 0ൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് tan pi by 4. tan pi by 4ൻ്റെ വാല്യൂ എന്താണ്, tan pi by 4ൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, tan pi by 4ൻ്റെ വാല്യൂ എന്താണ്, 1. നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ എന്താ കിട്ടിയത്, 1 ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 0 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം. ഓക്കെ, നൗ വി ഹാവ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് തന്നേക്കുന്നത്, tan pi by 4 cos into sin x റൈസ് ടു 1 by 3. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ എക്സിന് 0 ഇട്ട് കൊടുത്താൽ നിങ്ങൾ അന്നേരം എന്താ കിട്ടുക കുട്ടികളെ, ഇറ്റ് ഈക്വൽ ടു tan, സെയിം തന്നെ കിട്ടും അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം വാല്യൂ തന്നെ കിട്ടും, pi by 4 into cos ഓഫ് sin 0 റൈസ് ടു 1 by 3. sin 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു tan pi by 4 cos, ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ cos 0ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. സോ 1 ഇൻറ്റു pi by 4 ചെയ്യുമ്പോൾ pi by 4, ദാറ്റ് ഈസ് tan pi by 4 ഈക്വൽ ടു 1. നമുക്ക് എന്താ കിട്ടിയത്, ലിമിറ്റ്
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടി, എഫ് ഓഫ് 0 ആയതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5th one. ലിമിറ്റ് t tends to 0 cos pi whole divided by square root of 19 minus 3 sec 2t. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കേട്ടോ. സോ ലിമിറ്റ് t tends to 0 cos pi the whole divided by square root of 19 minus 3 sec 2t. ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? നമുക്ക് സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ആദ്യം ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് t tends to 0. സോ ലിമിറ്റ് t tends to 0 cos ഓഫ് tക്ക് എന്ത് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക, പൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 19 മൈനസ് 3 ഇൻറ്റു സീക്ക് 2 ഇൻറ്റു 0 ദാറ്റ് ഈസ് സീക്ക് 0. ഓക്കെ, അപ്പോൾ സീക്ക് 0ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം സീക്ക് 0 എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് 0. കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. സോ therefore സീക്ക് 0 ഈസ് ഓൾസോ 1 ബൈ 1 ചെയ്യുമ്പോൾ 1 ആണ് നമുക്ക് കിട്ടുക. സീക്ക് 0ൻ്റെ വാല്യൂ 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, കോസ് പൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 19 മൈനസ് 3. 0ൻ്റെ വാല്യൂ 1 ആണ്. സോ 3 ഇൻറ്റു 1 ബിക്കംസ് 3. അപ്പം 19 മൈനസ് 3 എന്താ, 16 ആണല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് പൈ ബൈ റൂട്ട് 16. റൂട്ട് 16 എന്താ, 4 അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് പൈ ഡിവൈഡഡ് ബൈ 4. കോസ് പൈ ബൈ 4ൻ്റെ വാല്യൂ എന്താ കുട്ടികളെ, 1 ബൈ റൂട്ട് 2. കോസ് പൈ ബൈ 4ൻ്റെ വാല്യൂ എന്താ, 1 ബൈ റൂട്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ലിമിറ്റ് t tends to 0 എഫ് ഓഫ് ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത എന്താ, ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് t equal to 0 ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എന്താ, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ് പൈ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 19 മൈനസ് 3 ഇൻറ്റു സീക്ക് 2t. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ടിക്ക് എന്ത് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ കോസ് പൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 19 മൈനസ് 3 ഇൻറ്റു സീക്ക് 2t. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 0, അപ്പോൾ സീക്ക് 0. ഓക്കെ, സീക്ക് 0ൻ്റെ വാല്യൂ 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു കോസ്, നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സിലൂടെ തന്നെ പോകുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് 19 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ആദ്യം ചെയ്തുകൊണ്ട് മിസ് ചെയ്യുന്നില്ല, കോസ് പൈ ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 0 എന്ന് പറയുന്നത് എന്ത് കിട്ടും, നമുക്ക് 1 ബൈ റൂട്ട് 2. സോ സിൻസ് ലിമിറ്റ് t tends to 0 നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് തന്നെയാണ് എഫ് ഓഫ് 0. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ദ ഫംഗ്ഷൻ ഈസ് കോണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു 0. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോണ്ടിന്യൂസ് ആണ് അറ്റ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, 0. ഓക്കെ, സോ മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. സോ നമ്മളിന്ന് എന്താ പഠിച്ചത്, കുറച്ച് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എടുത്തിട്ട് ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാനാണ് പഠിച്ചത്. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഓരോ പോയിന്റിലും ട്രിഗ്നോമെട്രിക് വാല്യൂസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ സപ്പോസ് കോസിൻ്റെ വാല്യൂ എന്താണ്, സൈൻ പൈ ബൈ 2ൻ്റെ വാല്യൂ എന്താണ്, ടാൻ പൈ ബൈ 4ൻ്റെ വാല്യൂ ഒക്കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. സപ്പോസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റർ ഒന്ന് അടിച്ച് നോക്കിയാലും മതിയാവും കേട്ടോ. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്തു പോകാൻ പറ്റും. ഇത് ബി പാർട്ടിലും ചോദിക്കാം, എ പാർട്ടിൽ 3 മാർക്സിനും വരാം, പ്രോബബിലിറ്റിയേ ഉള്ളൂ വരാം. ഓക്കെ, സോ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് വെക്കുക, നോട്ട്സ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിനി എന്താ പഠിക്കാൻ പോകുന്നത്, ഡെറിവേറ്റീവ്സ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ കണ്ടിന്യൂറ്റി പഠിച്ചു, ലിമിറ്റ്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെറിവേറ്റീവ്സ് അറ്റ് എ പോയിന്റ്, ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഒക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.